നിങ്ങളുടെ മനസ്സ്, ശരീരം, സൗന്ദര്യം ഇവയെല്ലാം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. നിങ്ങളുടെ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഹൈഡ്രാ ഫേഷ്യൽ, ഓക്സിജനിയോ മെഡി ഫേഷ്യൽ, ലേസർ ട്രീറ്റ്മെന്റ് എന്നീ ആധുനിക സൗന്ദര്യ ചികിത്സകൾ വിദഗ്ധരുടെ പരിരക്ഷയിലൂടെ. ഏത് പ്രായത്തിലും ചർമ്മത്തെ സംരക്ഷിക്കാൻ ഡോക്ടേഴ്സ് ഡെർമ നമ്മോടൊപ്പം. ഗർഭിണികളായ അമ്മമാർക്കായി വളരെയധികം ശ്രദ്ധയോടെ പ്രൊഫഷണൽ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലൂടെയും പരിചരണത്തിലൂടെയും പ്രത്യേക ആയുർവേദ ചികിത്സകൾ. ആധുനിക സാങ്കേതിക വിദ്യകളെ പാരമ്പര്യവുമായി സമന്വയിപ്പിക്കുന്ന ദന്ത സംരക്ഷണം. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള ഭൂജല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭൂജല സംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു. ജലസംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് കേരള ഭൂജല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംഘടനയായ ജൈൻ ഫൗണ്ടേഷനും കൊച്ചിൻ കോളേജിലെ ബോട്ടണി വിഭാഗവുമായി സഹകരിച്ച് ഭൂജല സംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചിൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സിന്ധു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ അബണ്ടൻസ് സ്കേഴ്സിറ്റി വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒരു സാധനവും അബണ്ടന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അബണ്ടൻസ് സ്കേഴ്സിറ്റി എല്ലാം റിലേറ്റീവ് ടേംസ് ആണ്. കാരണം ഡിമാൻഡ് ഇല്ലാത്ത സാധനം അബണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് വളരെ കുറവുള്ള സാധനത്തെ നമ്മൾ സ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അളവ് കുറവാണെങ്കിൽ. അപ്പോൾ വെള്ളത്തെ സംബന്ധിച്ച് അന്നത് ഫ്രീ ഫുഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അവൈലബിലിറ്റി ധാരാളമാണ്. പക്ഷെ അതേസമയം അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിന് ആനുപാതികമായിട്ട് അത്ര അധികമല്ലതാണ്. പക്ഷെ ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അവസ്ഥ അതല്ല. കൊച്ചിയിലെ 4 ചുറ്റും വെള്ളമുണ്ടെങ്കിലും നമ്മുടെ വെള്ളത്തിന് ദൗർബല്യം അനുഭവിക്കാറുണ്ട്. ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, ഇത്രയും ചില ലഭ്യത ഇല്ലാത്ത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ അവസ്ഥ വളരെ രൂക്ഷമാണ്. അപ്പൊ ഇത്രയധികം വാട്ടർ ബോഡീസ് ഉള്ള നമ്മള്, അതുപോലെ ഇത്രയധികം മഴ ലഭിക്കുന്ന ഇതുപോലൊരു നാട്ടിലും നമ്മൾ ഈ ഒരു ദൗർലഭ്യം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ എത്രമാത്രമായിരിക്കും ലോകത്തെ എമ്പാടെ ബാധിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിലേക്ക് വന്നിട്ടില്ലാത്ത ഒന്നാണ് ഇങ്ങനെ നമുക്ക് ഈ ജലം നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാറ് പറഞ്ഞ പോലെ ഒരു ടാപ്പ് നമ്മൾ ഒരു മിനിറ്റ് മുമ്പേ അടച്ചാൽ അതൊരു കൺസർവേഷനാണ്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ സെൻസറുള്ള ടാപ്പുകൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പൊ അതിന് സ്വയമായിട്ട് ഇതിന്റെ ഒരു പ്രാധാന്യം, നിറയെ വെള്ളമുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇത്തരത്തിലൊരു നടപടി നമ്മുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കാർബൺ ഫുട്പ്രിന്റ് ഒഴിവാക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മളായിട്ട് ജലം പാഴാക്കാതിരിക്കുക, അവൈലബിൾ ആയിട്ടുള്ള ജലം സംരക്ഷിക്കാനുള്ള നടപടികൾ നമ്മുടേതായ രീതിയിൽ എടുക്കുക എന്നുള്ള ഒരു ആശയം എല്ലാവരുടെയും മനസ്സിലെത്താനായിട്ട് ഈ ഒരു സെമിനാർ കൊണ്ടുനടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സുപ്രഭാസ് പറഞ്ഞു, വാട്ടർ ഡേയുമായിട്ടനുബന്ധിച്ചാണ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ജിയോ ഫിസിസ്റ്റും ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറുമായ ഡോക്ടർ ആർട്ടിസ് കെ പുരുഷോത്തം അധ്യക്ഷത വഹിച്ചു. കുസാറ്റ് മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജോജി VS വിഷയാവതരണം നടത്തി. ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ അവലംബിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ സെമിനാർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിൽ പ്രോഗ്രാമിലോട്ട് പോകുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ പലതരത്തിലുള്ള ഒരു ഓഡിയൻസാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിലുള്ള ഓഡിയൻസ് അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ലോകമായ
ഉള്ള എല്ലാ സ്ഥലത്തും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ മേഖലകളും ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്പോർട്സ് ഫീൽഡിലായാലും, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കായാലും, ഇൻഡസ്ട്രീസിലായാലും, ലൈവ്ലിഹുഡിലായാലും, പ്രളയത്തിലായാലും, കൃഷിയിലായാലും, ഹെൽത്ത് മേഖലയിലായാലും, റിക്രിയേഷൻ, എല്ലാ കാര്യത്തിലും. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കാലാവസ്ഥയും ജലസ്രോതസ്സുകളെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നു, ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം നമ്മളിവിടെ കൂടുതലായിട്ട് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൺ വാട്ടർ റിസോഴ്സസിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജൈൻ ഫൗണ്ടേഷൻ ഡയറക്ടർ മുകേഷ് ജൈൻ, ബോട്ടണി വിഭാഗം ഡിപ്പാർട്ട്മെന്റ് മേധാവി സുപ്രഭ ജി നായർ, MM സലീം എന്നിവർ സംസാരിച്ചു. സീനിയർ ജിയോഫിസിസ്റ്റ് ബിജി തോമസ് സാമുവൽ സ്വാഗതവും ജൂനിയർ ഹൈഡ്രോളജിയോളജിസ്റ്റ് ഷാഗി TG നന്ദിയും രേഖപ്പെടുത്തി. ലോക കുരുവി ദിനാചരണത്തിന്റെ ഭാഗമായി ജൈൻ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മൺകല കുരുവിക്കൂടുകളും പറവകൾക്ക് ദാഹജലത്തിനായി മൺചട്ടികളും വിതരണം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.